എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 72 ശ്ലോകം 17 മുതൽ 28 വരെ 12 ശ്ലോകങ്ങൾ. അങ്ങനെ ഭീമസേനും അർജുനനും ഭഗവാനും കൂടിയിട്ട് ബ്രാഹ്മണ വേഷം ധരിച്ച് ജരാസന്ധന്റെ ഗിരിവ്രജം എന്ന രാജധാനിയിലേക്ക് ചെല്ലുകയാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. തേ ഗത്വാദിത്യവേലായാം ഗൃഹേഷു ഗൃഹമേധിനം ബ്രഹ്മണ്യം സമയാചേരൻ രാജന്യാ ബ്രഹ്മലിംഗിന. ബ്രാഹ്മണ ഭക്തനായ ജരാസന്ധൻ ഇങ്ങനെ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ബ്രാഹ്മണ വേഷം ധരിച്ചിരിക്കുന്ന ക്ഷത്രിയന്മാരായിട്ടുള്ള ഭീമനും അർജുനനും ഭഗവാനും കൂടി ജരാസന്ധന്റെ രാജധാനിയിലേക്ക് ചെന്നത്. അപ്പോ ബ്രാഹ്മണ ഭക്തനാണ് ജരാസന്ധൻ അങ്ങനെ ആ ഗൃഹത്തില് ധാരാളം അതിഥികൾ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് യാചിക്കുകയാണ് ചെയ്യണത്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് യാചിക്കണം. ഇവര് മൂന്നുപേരും രാജൻ വിദ്യ അതിഥീൻ പ്രാപ്താൻ അർത്ഥിനോ ദൂരമാഗതാൻ തന്ന പ്രയച്ഛ ഭദ്രം തേ യദ്വയം കാമയാമഹേ. അവര് പറയണ, ഹേ രാജാവേ, ഞങ്ങള് വളരെ ദൂരത്ത് നിന്ന് അർത്ഥികളായി വന്നിരിക്കുന്ന അതിഥികളാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങ് അത് തരാൻ മനസ്സുണ്ടാവണം. എന്നാൽ അങ്ങയ്ക്ക് മംഗളം ഉണ്ടാവും എന്ന് ജരാസന്ധനോട് പറയാ. കിം ദുർമർഷം തിദിക്ഷൂണാം കിം അകാര്യം അസാധുഭി കിം നദേയം വദാന്യാനാം കപ്പര സമദർശിനാം. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടതെന്ന് അറിയാതെ ഞാൻ എങ്ങനെ തരുക? അങ്ങനെയൊന്നും ജരാസന്ധൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറയണു. അവര് സഹനശീലന്മാർക്ക് സഹിക്കാൻ കഴിയാത്തത് എന്താ? അസത്തുക്കളായവർക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്താ ഉള്ളത്? ദാനശീലന്മാർക്ക് കൊടുക്കാൻ പാടില്ലാത്തത് എന്താ ഉള്ളത്? എല്ലാവരെയും ഒരുപോലെ വിചാരിക്കുന്നവർക്ക് ശത്രു ആരെങ്കിലും ഉണ്ടാവോ? അതുകൊണ്ട് വദാന്യനായ അങ്ങയോട് ഇന്നത് വേണം എന്ന നിർദ്ദേശം ആവശ്യമില്ലാത്തതാണല്ലോ. ഞങ്ങൾ ഇന്നത് വേണമെന്ന് അങ്ങയോട് ചോദിക്കണ്ടേ? അങ്ങക്ക് അതെല്ലാം തരാനുള്ള കഴിവുണ്ട്. അങ്ങ് ഇതെല്ലാം അങ്ങനെ കൊടുക്കുന്ന ആളല്ലേ. അതായത് ഞങ്ങളുടെ ആവശ്യം ഇന്നതാണെന്ന് പറയണമെന്നില്ലല്ലോ. അങ്ങ് എന്തായാലും തരുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന്. ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുക മൂന്നുപേരും. യോ അനിത്യേന ശരീരേണ സതാം ഗേയം യശോ ധ്രുവം നാജിനോതി സ്വയം കൽപ്പ സവാച്ഛേവസ. എന്ന് തന്നെയല്ല, നശിച്ചു പോകുന്ന ഈ ദേഹം കൊണ്ട് സുഖമായിരിക്കുന്ന കാലത്ത് സജ്ജനങ്ങളാൽ കീർത്തിക്കപ്പെടുവാൻ യോഗ്യമായ യശസ് ആര് സമ്പാദിക്കുന്നില്ലയോ അവൻ തന്നെ നിന്ദ്യൻ. സജ്ജനങ്ങള് എല്ലാവരും അവനെ കുറിച്ച് അനുശോചിക്കും. ഹരിശ്ചന്ദ്രോ രന്തിദേവ മുഞ്ചവൃത്തി ശിബിർ ബലി വ്യാധ കപോതോ ബഹവോ ഹ്യധ്രുവേണ ധ്രുവം ഗതാ. ഹരിശ്ചന്ദ്രൻ, രന്തിദേവൻ, ഉഞ്ചവൃത്തി കൊണ്ട് കാലക്ഷേപം ചെയ്ത മുഗ്ഗലൻ, ശിബി ചക്രവർത്തി, മഹാബലി, വ്യാധൻ, കപോതം മുതലായിട്ടുള്ള പലരും നശ്വരമായ ദേഹത്തെ തന്നെ അതിഥികൾക്കായി സമർപ്പിച്ചിട്ട് ശാശ്വതമായ ലോകത്തെ പ്രാപിച്ചിരിക്കുന്ന കഥകൾ അങ്ങ് കേട്ടിട്ടുണ്ടാവൂലോ. ശ്രീശുക ഉവാച സ്വരൈരാകൃതിഭിസ്താംസ്തു പ്രകോഷ്ഠൈർജാഗതൈരപി രാജന്യബന്ധൂൻ വിജ്ഞായ ദൃഷ്ടഭൂവാൻ അചിന്തയൻ. അവരുടെ ഈ സ്വരങ്ങളും ആകൃതികളും ഞാൻ തഴമ്പ് പിടിച്ചിട്ടുള്ള കൈത്തലങ്ങളും ഒക്കെ കണ്ടപ്പോ ഇവര് ബ്രാഹ്മണരല്ല, ക്ഷത്രിയന്മാരാണ്. സംശയം നല്ലോണം തോന്നുന്നുണ്ട് ജരാസന്ധന്. അത് മാത്രമല്ല, ഇവരെ മുമ്പ് എവിടേക്കോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ എങ്ങനെ ചിന്തിക്കാണ് ജരാസന്ധൻ. രാജന്യബന്ധവോ ഹ്യേതേ ബ്രഹ്മലിംഗാനി ബിഭ്രതി ദദാമി ഭിക്ഷിതം തേഭ്യ ആത്മാനമപി ദുസ്ത്യജം. ജരാസന്ധന്റെ ചിന്ത എന്താന്ന് വിവരിക്കാം. ഇവര് ബ്രാഹ്മണരല്ല, ക്ഷത്രിയന്മാര് തന്നെയാണ്. അത് ഉറപ്പ് തന്നെയാ. ബ്രാഹ്മണരാണെന്ന് തന്നെ വേഷം കെട്ടി വന്നിരിക്കുക. എന്തെങ്കിലും ആവട്ടെ, ഇവര് ചോദിക്കുന്നത് ഉപേക്ഷിക്കാൻ വയ്യ. ദാനം
ആര് ചോദിച്ചാലും കൊടുക്കും. അങ്ങനെയാണല്ലോ ജരാസന്ധൻ. അപ്പൊ പ്രാണനായാൽ കൂടി ഞാൻ ഇവർക്ക് കൊടുക്കും. ഇവരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും എന്ന് ഉറപ്പിക്കുകയാണ്. ബലേർന്നു ശ്രൂയതേ കീർത്തി വിതതാദിക്ഷകൽമഷ ഐശ്വര്യാൽ ഭ്രംശിതസ്യാപി വിപ്രവ്യാജേന വിഷ്ണുന. ബ്രാഹ്മണ വേഷം ധരിച്ച വാമനമൂർത്തിയായ വിഷ്ണുവിന് സകല ഐശ്വര്യങ്ങളെയും കൊടുത്ത മഹാബലിയുടെ പരിശുദ്ധമായ കീർത്തി ഇന്ന് സകല ദിക്കുകളിലും വ്യാപിച്ചിരിക്കുന്നതും സകല ജനങ്ങളും കീർത്തിക്കുന്നതും കേൾക്കും. പ്രസിദ്ധല്ലേ? അതുകൊണ്ട് ഞാൻ എന്തായാലും കൊടുക്കും, അവര് എന്ത് ചോദിച്ചാലും എന്ന് വിചാരിക്കണം. ശ്രിയം ജിഹീർഷതേന്ദ്രസ്യ വിഷ്ണവേ ദ്വിജരൂപിണേ ജാനന്നവിമഹീം പ്രാതാൻ വാര്യമാണോപി ദൈത്യരാട്. ആചാര്യനായ ശുക്രമഹർഷി ഈ യാചിക്കുന്നവൻ ബ്രാഹ്മണനല്ല, ബ്രാഹ്മണ വേഷധാരിയായ വിഷ്ണുവാണ്. ഇന്ദ്രന് നിന്റെ ഐശ്വര്യം അപഹരിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്, അതിനാൽ നീ ദാനം ചെയ്യരുത്. ഗുരു നിരോധിച്ചു പറഞ്ഞിട്ടും അതിനെ ഗണിക്കാതെ ബലി ഭൂമി മുഴുവൻ കൊടുത്തുല്ലോ. ആ മഹാബലിയുടെ ഔദാര്യം ഞാൻ അതുപോലെ തന്നെ ചെയ്യും എന്ന് ഉറക്കുകയാണ്. ജീവതാ ബ്രാഹ്മണാർത്ഥായ കോന്വർത്ഥക്ഷത്രബന്ധുന ദേഹേന പദമാനേന നേഹതാ വിപുലം യശ. നശിച്ചു പോകുന്ന ഈ ശരീരത്തെ ബ്രാഹ്മണന് വേണ്ടി ഉപേക്ഷിക്കുന്നതിനാൽ നാശരഹിതനായിരിക്കുന്ന കീർത്തി സമ്പാദിക്കാത്ത ക്ഷത്രിയൻ നാമമാത്രമായി ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പ്രയോജനം എന്താ? ഇത്യുദാരമതിപ്രാഹ കൃഷ്ണാർജുന വൃഗോദരാൻ ഹേ വിപ്രാ പ്രിയതാം കാമോ ദദാമി ആത്മശിരോപിവ. ഇങ്ങനെ ആലോചിച്ചു ഉറച്ച ബ്രാഹ്മണ ഭക്തനും ഉദാരനുമായ ജരാസന്ധൻ കൃഷ്ണ അർജുന ഭീമസേനന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, ഹേ ബ്രാഹ്മണരെ, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്റെ ശിരസ് വേണമെന്നാണ് കാംക്ഷയെങ്കിൽ അതും ഞാൻ തരും. നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്റെ ശിരസ് വേണമെങ്കിലും തരും എന്നോട് പറഞ്ഞു. ശ്രീ ഭഗവാൻ ഉവാച യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യദി മന്യസേ യുദ്ധാർത്ഥിനോ വയം പ്രാപ്ത രാജന്യാ ന അന്നകാംക്ഷിണ. ഭഗവാൻ പറഞ്ഞു, ഹേ രാജശ്രേഷ്ഠ, ഞങ്ങള് ആഗ്രഹിച്ചത് തരുവാൻ നിശ്ചയിച്ചു എങ്കിൽ ഞങ്ങളോട് അങ്ങ് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ വരണം. യുദ്ധാഗ്രഹികളായിട്ട് വന്നിരിക്കുന്ന ക്ഷത്രിയന്മാരാണ് ഞങ്ങള്, അന്നാഗ്രഹികളായി വന്നിരിക്കുന്ന ബ്രാഹ്മണരല്ല. അന്നം കാക്ഷിച്ചു വന്നിരിക്കുന്ന ഒരു ഊണ് കിട്ടും എന്ന് വിചാരിച്ച് വന്നിരിക്കുന്ന ബ്രാഹ്മണരല്ല ഞങ്ങള്. ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു വന്ന ക്ഷത്രിയരാണ് എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.